ഇങ്ങനെ പൊട്ടിയ മുട്ടകൾ നമ്മൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായ ഷേപ്പിൽ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റില്ല, മുട്ടയുടെ കറക്റ്റായ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മുട്ടകളൊക്കെ ഓംലേറ്റ് ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു മുട്ട നമുക്ക് നല്ല കറക്റ്റായ ഷേപ്പിൽ തന്നെ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഒരു ചെറിയൊരു പീസ് അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് നമ്മൾ പൊട്ടിയ ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. ഇനി അടുത്തതും ഇതേ രീതിയിൽ തന്നെ പൊതിഞ്ഞെടുക്കാം. ഇതും നല്ലപോലെ ഏകദേശം പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയ ഭാഗം ഉള്ളിലേക്കാക്കി നമുക്ക് ഇത് കവർ ചെയ്തെടുക്കാം. നമ്മൾ മുട്ട പുഴുങ്ങുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുത്താൽ മതി. മുട്ട ഇവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പൊട്ടിയ മുട്ട നമുക്ക് നോക്കാം. ഇത് നല്ലൊരു കറക്റ്റ് മുട്ടയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പൊട്ടിയ മുട്ടയുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഉപകാരമുള്ളൊരു ടിപ്പ് തന്നെയാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായി ഞാൻ കാണിക്കുന്നത് നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന ഫുഡ് ഐറ്റംസ് ബാക്കിയുള്ളത് നമ്മൾ ബോട്ടിലൊക്കെ സൂക്ഷിക്കുന്ന പോലെ തന്നെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നാണ്. ഇങ്ങനത്തെ വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അടപ്പ് മാറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ പൊട്ടിച്ച കവറ് ഒന്ന് മടക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അപ്പോൾ ഈ ഒരു കവറിൻ്റെ സൈഡായിരുന്നു ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്യണം. കത്രിക വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ അടപ്പ് അതിന്മേൽ ഇട്ട് കൊടുത്താൽ മതി. അത് നല്ലപോലെ തന്നെ അവിടെ നിന്നോളൂ. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ അടപ്പ് മാറ്റിയിട്ട് നമുക്ക് അതിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനും പറ്റും. പിന്നെ ഇതിൽ പ്രാണികളും മറ്റും കയറുകയില്ല. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കത്തി എങ്ങനെ നല്ലപോലെ ഷാർപ്പാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കത്തി ഇങ്ങനെ മുറിച്ചാക്കി എടുക്കാറ് എൻ്റെ ഭർത്താവിനെ കൊണ്ട് മുറിച്ചാക്കിപ്പിക്കാറായിരുന്നു. അപ്പോൾ എപ്പോഴും അവരെ നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ആണ് ഞാൻ ഈ ഒരു ഇതിൽ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നമ്മളൊരു കപ്പ് എടുത്തിട്ട് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഫ്രണ്ടിലോട്ടും ബാക്കോട്ടും ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി കുറച്ച് നേരം. അപ്പോൾ നമുക്ക് നല്ല പോലെ ഷാർപ്പായി കിട്ടും കത്തി. ഏത് തരത്തിലുള്ള കത്തിയായാലും പ്രശ്നമില്ല, നല്ല മൂർച്ച ഉണ്ടാവും. ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് ട്രൈ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് അരികളൊക്കെ വാങ്ങിച്ച് വെക്കുന്നവരാണ്. അപ്പോൾ കുറച്ച് കാലം വെക്കുമ്പോൾ അതിൽ കുത്തനും പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ ഉള്ളൊരു ടിപ്പാണ് വേപ്പിലയാണ്. വേപ്പില ഇട്ട് വെച്ചാൽ മതി. ഇടയിലൊക്കെ അരി ഇടുന്നതിൻ്റെ ഇടയിലൊക്കെ വേപ്പില ഇട്ടിട്ട് അരി ഇട്ട് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കുന്ന അരിയിൽ കീടങ്ങളും പ്രാണികളൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് പയർ, പരിപ്പ് അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ നമ്മൾ കൂടുതലായിട്ട് വാങ്ങിച്ച് വെക്കും. കുത്തനും പ്രാണികളൊക്കെ വരും. അപ്പോൾ അതൊന്നും വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇങ്ങനെ ബോട്ടിലേക്ക് നമുക്ക് 2-3 വറ്റൽമുളക് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന കടലയുടെ ബോട്ടിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ കീടങ്ങളൊന്നും വരില്ല. അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് പഞ്ചസാര നാട്ടിലൊക്കെ ആണെങ്കിൽ ഉറുമ്പുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉറുമ്പുകൾ വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. 2-3 ഗ്രാമ്പു പഞ്ചസാര ഇടുന്ന ബോട്ടിൽ ഇട്ട് വെച്ചാൽ മതി. ഉറുമ്പുകളൊന്നും നമ്മൾ പഞ്ചസാരയിലേക്ക് വരില്ല. ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഒപ്പമുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.